ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ റമദാൻ്റെ ഒരുക്കങ്ങളും വിശേഷങ്ങളും ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകും മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പോൾ അന്നത്തെ ദിവസത്തിലെ രാവിലെ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വേഗം ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടില്ലേ കറിയും പത്തിലും ഉണ്ടാക്കിയെടുക്കലാണ്. ഇന്നുണ്ടാക്കുന്നത് ചെമ്മീൻ കറിയാണ് കേട്ടോ. തലേ ദിവസം തന്നെ ചെമ്മീനെല്ലാം ഞാൻ തൊലിച്ചിട്ട് വെച്ചിട്ടുണ്ടായിനി. ഞാനിതാ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കില്ലേ കടുക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കുക. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായ ശേഷം കടുക് പൊട്ടിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നാണ് കേട്ടോ, വലുതെടുക്കണ്ട. ഞാൻ തേങ്ങ അരച്ച് കറിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ 1 മതി. ചെറിയ സൈസിലുള്ള ഉള്ളി 1 മതി. ഇനിയിപ്പോൾ ഒരു 6 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി വഴറ്റിയെടുക്കുക. അതിൻ്റെ ഇടയിൽ കുറച്ച് ഓയിൽ അധികമായി പോയിട്ടുണ്ട്, സാരില്ല, നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ എന്താ പറയുക, ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്കില്ലേ 4 or 5 തക്കാളി, വലുതാണെങ്കിൽ 3 തക്കാളി മതി, ഇല്ലാന്നുണ്ടെങ്കിൽ 4 or 5 തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പുളി കൂടൂലെന്ന് ചോദിച്ചിട്ടുണ്ടായിനി. ഇല്ല കേട്ടോ, നമ്മൾ ഓരോന്നിൻ്റെ രീതിയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പുളി കൂടൂല. ഉള്ളിയും തക്കാളി എല്ലാം ഒരുമിച്ച് കുറേ ചേർത്ത് കൊടുക്കുമ്പം പുളിയെല്ലാം കൂടും. ഉള്ളി കുറവാക്കിയിട്ട് തക്കാളി കുറച്ച് അധികം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഞാൻ പണ്ടേ പറയുന്നതാണ്, പക്ഷേ ഞാൻ പറയുന്ന പോലെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും എന്നോട് അടിപൊളി എന്ന് പറയലുണ്ട്. ആദ്യം അങ്ങനെ ചോദിച്ചവരെല്ലാം ഇപ്പം ഇങ്ങനെ കറി ഉണ്ടാക്കലുണ്ട് എന്ന് പറയലുണ്ട്. അങ്ങനെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക കേട്ടോ. പുതിയ ആരോ സബ്സ്ക്രൈബർ ആണെന്ന് എന്താ പറയുക, പുതിയ ഏതോ സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു. ഉണ്ടാക്കി നോക്കാം, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഈ പറഞ്ഞ കറക്റ്റ് അളവിൽ കേട്ടോ. ഇനി 3 ഉള്ളി 5 ഉള്ളി എന്താ പറയുക, 5 ഉള്ളിയെല്ലാം എടുത്ത് അതിൻ്റെ കൂടെ അത്രയും തക്കാളിയെല്ലാം ഇട്ടിട്ട് കറി കൊളായിട്ട് പറയണ്ട. ഞാൻ പറഞ്ഞ കറക്റ്റ് അളവിൽ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു ഉള്ളിയും തക്കാളിയെല്ലാം കുക്കായിട്ട് നല്ലോണം ഉടഞ്ഞ് വരണം കേട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ പത്തിൽ ചുട്ടെടുക്കലാണ്. ഇതിപ്പോൾ ഞാൻ പുറത്തുനിന്ന് പൊടി വാങ്ങിയിട്ട് കുഴച്ചെടുത്ത പത്തിരിയാണ്. എൻ്റെ പത്തിരിപ്പൊടിയെല്ലാം തീർന്നു പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാ പത്തിരിപ്പൊടി പൊടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പുറത്തുനിന്ന് വാങ്ങിയതാകുമ്പോൾ വലിയ രീതിയിൽ പൊങ്ങി വരില്ല. നമ്മൾ തന്നെ പൊടിച്ചതാകുമ്പോൾ നല്ല അടിപൊളി ആയിട്ട് ബോൾ പോലെ പൊങ്ങി വരും. അങ്ങനെ പിന്നെന്താ, ഇത് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാൻ പറ്റുന്ന പത്തിരിപ്പൊടിയാണ് കേട്ടോ. ഈ ഒരു പത്തിലിനില്ലേ നമ്മൾ തേങ്ങാപ്പാൽ മുക്കിയിട്ട് ഈ ഒരു തേങ്ങക്കറി ചെമ്മീൻ കറിയെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മുരിങ്ങക്കോലില്ലേ, മുരിങ്ങക്കായ എന്ന് പറയും, നമ്മൾ മുരിങ്ങവാളെന്ന് പറയും, അതിട്ടിട്ടുള്ള കറി ഭയങ്കര ടേസ്റ്റാണ്. അത് പല രീതിയിൽ ഉണ്ടാക്കും, പക്ഷേ ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഉണ്ടാക്കിയവർക്ക് അറിയുണ്ടാവും ഇതിൻ്റെ രുചി. കറക്റ്റ് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ പത്തിരി ഓരോന്നായിട്ട് ചുട്ടെടുക്കലാണ്. ഇന്നാണെങ്കിൽ മൈസാക്കും മൻഹാക്കും ക്ലാസ്സില്ല, മുഹമ്മദിന് മാത്രമാണ്. അവർക്ക് സ്റ്റഡി ലീവാണ്, എക്സാമായി. അങ്ങനെ മുഹമ്മദിന് ക്ലാസ് ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല എന്ന് ഞാൻ പോകുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ടിഫിനിലേക്ക് വേണ്ടു, ബാക്കിയുള്ളവർക്ക് വേണ്ട. അതുപോലെ തന്നെ ഇല്ലേ ഉച്ചക്കേക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എളുപ്പമല്ലേ. എനിക്കാണെങ്കിൽ ഇന്ന് ഒരു റൂം ക്ലീൻ ആക്കാനുണ്ട്, മക്കളുടെ റൂമിൽ നിന്ന് ക്ലീൻ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. മൊത്തത്തിൽ അങ്ങനെ ഞാൻ എല്ലാ വീടും മൊത്തത്തിൽ ഒരു ദിവസം കൊണ്ട് ക്ലീൻ ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം നമ്മൾ നല്ലോണം ടയർഡാവും. അപ്പോൾ ഓരോ റൂം എന്താ പറയുക, ഓരോരോ റൂമായിട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് എന്താ പറയുക, ഈ വണ്ണാമ്പലയെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം മുകൾ ഭാഗമെല്ലാം ക്ലീൻ ആക്കിയിട്ട് പിന്നെ താഴ്ഭാഗം തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സെൻട്രലിലെ ഫാന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാക്കാൻ ആൾ വരും. അപ്പം അത് എന്താ പറയുക, കുറച്ച് ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓരോരോ റൂമായിട്ട് ക്ലീൻ ആക്കിയിട്ട് ലാസ്റ്റ് കിച്ചണിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യലാണ്. ഞാനിപ്പോൾ ഉള്ളിയും തക്കാളിയെല്ലാം വഴഞ്ഞ് വന്നേരില്ലേ ഇതിലേക്കില്ലേ 2.5 ടേബിൾ സ്പൂണ് മുളക് മല്ലി മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളതിൽ മുളക് പൊടി വേറെ മല്ലിപ്പൊടി വേറെയാണ് ഉള്ളതെങ്കിലേ ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി എന്ന കണക്കിൽ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് നല്ലോണം ഹൈ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. റോസ് മില്ല് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പം കറി നല്ലോണം തിളച്ച് വന്നാൽ മാത്രം ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുരിങ്ങക്കായില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. ചെമ്മീൻ അധികം വേവണ്ടല്ലോ, മുരിങ്ങക്കായ്ക്കും ചെമ്മീനും ഏകദേശം ഒരേ വേവാന്ന് തോന്നുന്നു. ഞാൻ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്.
ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, എന്നിട്ടില്ലേ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ എനിക്കൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിനി ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇർഫാനൻ്റെ വീഡിയോക്ക് വേണ്ടിക്ക് വെയിറ്റിംഗ് ആണ്, എന്നിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്നെല്ലാം വിചാരിച്ചിട്ട് കണ്ടേരം ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയിട്ടുണ്ടായിന് കേട്ടോ. സത്യം പറഞ്ഞാൽ ക്ലീനിങ് ഒന്നും ചെയ്യുമ്പോൾ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. എന്നാലും ഇല്ലേ ഇങ്ങനത്തെ കമൻറ്റ്സ് എല്ലാം കാണുമ്പോൾ വിചാരിക്കും ചെയ്യുക അത്രയും ഇഷ്ടത്തോട് പറയുന്നതല്ലേന്ന്. എനിപ്പില്ലേ നമുക്കെല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായ ഒരു കാര്യവും കൂടി ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ ഷെയർ ആക്കാം കേട്ടോ. വെൽബി ആപ്പ് ഇപ്പം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിക്ക് ഷെയർ ആക്കുന്നതാണ്. നമ്മൾ മുതിർന്നവർക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് അവൈലബിൾ ആണ്. ഇപ്പം ഗൈനക്കോളജി, ഡെർമറ്റോളജി, എൻഡോക്രൈനോളജി, അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പീഡിയാട്രിക്സിനെ കുറിച്ച് മാത്രമേ അറിയുന്നുള്ളൂ അല്ലേ. പീഡിയാട്രിക്സിൽ തന്നെ ഒരുപാട് സബ് സ്പെഷ്യാലിറ്റീസ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ പീഡിയാട്രിക് ഡെർമറ്റോളജി, പീഡിയാട്രിക് റിമറ്റോളജി, പീഡിയാട്രിക് എൻഡോക്രൈനോളജി, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഈ എല്ലാ സേവനങ്ങളും കൂടെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്നതാണ് നമ്മുടെ വെൽബിയുടെ കിഡ് എക്സ്പേർട്സ്. അപ്പൊ ഈ ഒരു സേവനം വഴി നമുക്ക് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വീട്ടിലിരുന്ന് തന്നെ തേടാവുന്നതാണ്. എല്ലാവരും ഫോണിലില്ലേ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, യൂട്യൂബ് അങ്ങനെ പല ചാറ്റ് ഗ്രൂപ്പും ഉണ്ടാവും. എന്നാലില്ലേ നിർബന്ധമായിട്ട് നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഹെൽത്തി ആപ്പാണ് വെൽബി. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും, ഒരുപാട് ടൈം ചിലവഴിക്കും. അപ്പം ഇല്ലേ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര ടൈം ചിലവഴിക്കുന്നുണ്ടെന്ന് ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയില്ലേ നമ്മൾ ആരോഗ്യ സംബന്ധമായ പല രേഖകളുണ്ടാവും, അതെല്ലാം പല ഇടങ്ങളിലായിട്ട് നമ്മൾ മേശയിലോ കബോർഡിലോ അവിടെ ഇവിടെ എല്ലാം വെക്കും. അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അതൊന്ന് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പർദ്ദയാലാണെങ്കിൽ കാണുകയും ചെയ്യില്ല, പല സ്ഥലങ്ങളിലായിരിക്കും അതുണ്ടാവുക. അപ്പം നമുക്കില്ലേ നമ്മളിങ്ങനത്തെ രേഖകളും കാര്യങ്ങളിലെ ഒരു ആപ്പിൽ നമ്മൾ മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ സുരക്ഷിതമായിട്ട് സ്റ്റോർ ചെയ്യാം. ഇതിനെല്ലാം നമ്മളെ വെൽബി സഹായിക്കും കേട്ടോ. ലോകത്തിലെ ഏത് ഭാഗത്ത് നമുക്ക് പോകണമെന്നുണ്ടെങ്കിലും പാസ്പോർട്ട് നിർബന്ധമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സംബന്ധമായ രേഖകൾ പ്രയാസമില്ലാണ്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ ഹെൽത്ത് പാസ്പോർട്ട് നമുക്ക് ഇനി മുതൽ നിർബന്ധമാക്കാം. നമ്മുടെ ലാബ് റിപ്പോർട്ടും കാര്യങ്ങളിലില്ലേ ഈ ഒരു ആപ്പിലെ ഹെൽത്ത് ട്രെൻഡ് അനലൈസറിൽ അപ്ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലില്ലേ തീയതിയും ടെസ്റ്റും അനുസരിച്ച് അതിൻ്റേതായ ഗ്രാഫിൽ കാണിക്കുന്ന ഒരു യൂണിക് സംവിധാനമുണ്ട് വെൽബിയിൽ. ഇനിയിപ്പം നമ്മൾ എപ്പോഴാണ് ടെസ്റ്റ് നടത്തേണ്ടത് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വെൽബി ഓർമ്മപ്പെടുത്തും. അങ്ങനെ ഇപ്പം ഗൾഫിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ മക്കളാണെന്നുണ്ടെങ്കിൽ പാരൻസ് നാട്ടിലാണ്, പാരൻസിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ടൈം അറിയണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് നല്ലോണം ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അകലെയുള്ള മക്കൾക്കും എന്താ പറയുക പാരൻസിൻ്റെ ആരോഗ്യം യഥാസമയം അറിയാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്പാണ്. അതുപോലെ തന്നെ മരുന്നുകളും വാക്സിനേഷനും എടുക്കാനുള്ള റിമൈൻഡർ, അതുപോലെ തന്നെ സ്ഥിരമായിട്ടുള്ള അസുഖത്തിന് ഓരോ പ്രാവശ്യം കാണിക്കുന്ന ഡേറ്റ് അനുസരിച്ച് വെക്കാനുള്ള സൗകര്യം, വെയിറ്റ്, അലർജി, സർജറി, സ്കാൻ റിപ്പോർട്ടുകൾ എന്നിവ വെവ്വേറെ തന്നെ വെക്കാനുള്ള സൗകര്യം ഈ ഒരു വെൽബിയിലുണ്ട് കേട്ടോ. പിന്നെ വെൽബി ആപ്പിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് നമുക്ക് പുറത്തു പോകാനെല്ലാം മടിയുള്ള ആൾക്കാരുണ്ടാവില്ലേ, അതുകൊണ്ട് നമ്മൾ ഡോക്ടറെ കാണാണ്ടിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി വെൽബി ആപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടതും അങ്ങനെ എല്ലാ വിഭാഗ ഡോക്ടർമാരുടെയും വിദഗ്ധ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് വെൽബിയിലൂടെ തേടാൻ പറ്റും കേട്ടോ. ഇപ്പം സ്ത്രീകളുടെ കാര്യം, വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിന് പിരിമുറുക്കങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒതുക്കി വെക്കാണ്ട് യഥാസമയം കൺസൾട്ട് ചെയ്തിട്ട് പരിഹാരം നൽകാനുള്ള മാനസിക ആരോഗ്യ വിദഗ്ധരും വെൽബിയിൽ അവൈലബിൾ ആണ് കേട്ടോ. മൈൻഡ് എക്സ്പേർട്ടും വെൽബിയിൽ അവൈലബിൾ ആണ്. എല്ലാം കൊണ്ടും നമ്മുടെ ആരോഗ്യത്തിൻ്റെ സുഹൃത്ത് തന്നെയാണ് വെൽബി. നിങ്ങൾക്കും ധൈര്യമായിട്ട് കൂട്ടുവിടാൻ പറ്റും കേട്ടോ. അപ്പം നമ്മളെ ആരോഗ്യം നമ്മളെ കയ്യിലല്ലേ. അപ്പം എന്തായാലും മടിച്ച് വെക്കാണ്ട് വേഗം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. വെൽബി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും കൊടുക്കുക. നിങ്ങൾ ചെക്ക് ചെയ്തോ, ഞാൻ കമൻറ്റിലും പിൻ ചെയ്യാം കേട്ടോ. എന്തായാലും ഡൗൺലോഡ് ചെയ്തു. അതിനിടയിൽ ഞാൻ എന്താ പറയുക തേങ്ങയെല്ലാം ചിരകി എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരകിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചെമ്മീൻ കറിക്കില്ലേ നമ്മളിപ്പോൾ ഒരു 1/2 കിലോ ചെമ്മീനാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഉള്ളിയും തക്കാളിയെല്ലാം ഇട്ടില്ലേ ആ ഒരളവിൽ ഒരു എന്താ പറയുക വലിയ തേങ്ങ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള തേങ്ങനെ ചിരകിയത് വേണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വലിയ ജീരകം, ഫെനൽ സീഡില്ലേ അത് ചേർത്ത് കൊടുക്കുക 1 ടീസ്പൂണ്. 1 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എൻ്റെ മഞ്ഞൾപ്പൊടിയെല്ലാം തീർന്ന് ഇനിയിപ്പോൾ ഇതാ ബോട്ടിലെല്ലാം കഴുകി വെക്കണം. ഇൻഷാ അല്ലാ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം വീഡിയോ ചെയ്യാം കേട്ടോ. ഓരോരോ ദിവസമായിട്ട് ഓരോന്ന് ക്ലീൻ ചെയ്യലാണ്.
ടൈമിൽ നമ്മുടെ മുരിങ്ങക്കായും ചെമ്മീനും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. മല്ലിയിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. കട്ടിയാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒരു മിക്സി കഴുകിയ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലോണം ഒന്ന് വെട്ടി തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ തേങ്ങക്കറി ഇതുപോലെ മാത്രമേ ഉണ്ടാക്കൂ. തേങ്ങക്കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉള്ളിൻ്റെ അളവ് കുറക്കുക. അതുപോലെ തന്നെ മുളകിൻ്റെ അളവും കുറക്കണം. എന്നാലാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മുഹമ്മദിനെ കുളിപ്പിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മൾ പത്തിലെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിതാ ടിഫിനിലേക്ക് ഒരുക്കണം. ഞാൻ പറഞ്ഞിട്ടില്ല മുഹമ്മദിന് മാത്രമേ ക്ലാസ്സിലുന്ന്. അപ്പോൾ എനിക്ക് അപ്പം ഇട്ട് കൊടുക്കലാണ്. ഈ ഒരു അപ്പില്ലേ ഈ ഒരു പത്തിരിയിൽ തേങ്ങാപ്പാലിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ അടിപൊളിയാണ്. അല്ലെങ്കിലും ഈ ഒരു തേങ്ങക്കറിൻ്റെ കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഭയങ്കര ടേസ്റ്റ് അല്ലേ കഴിക്കാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ മോനിക്കും കൂടി ഒഴിക്കലാണ്. മോനാണെങ്കിൽ ചെമ്മീന് മുരിങ്ങക്കായ ഒന്നും കൂട്ടൂല. മുരിങ്ങക്കായ ഇട്ട കറി ഇഷ്ടമാണ് എനിക്ക്. ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് നാടൻ കറികളെല്ലാം ഇഷ്ടമെന്ന്. പക്ഷെ അതിൻ്റെ പീസസ് ഒന്നും കഴിക്കൂല. അപ്പോൾ എനിക്ക് അതിനനുസരിച്ചൊരു കറി മാത്രം അങ്ങനെ ഒഴിച്ച് കൊടുക്കലാണ്. ഇനിയിപ്പം മോനിക്ക് ഫുഡ് കൊടുക്കണം. ആ ഒരു വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. കാര്യം ഓൻ്റെ ബസ് പോവും. ഞാൻ അധികം ആ ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്യാതെ തന്നിട്ട് തന്നെയാണ് കേട്ടോ. നമ്മളൊരു കാര്യം വീഡിയോ എടുത്തിട്ട് ചെയ്യുമ്പോൾ അല്ലാണ്ട് ചെയ്യുമ്പോൾ വ്യത്യാസമാണ്. നമ്മൾ വീഡിയോ എടുക്കാണ്ട് ചെയ്യുമ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കുന്ന കാര്യങ്ങൾ വീഡിയോ എടുത്തിട്ടാകുമ്പോൾ 2 മണിക്കൂറെല്ലാം ആവും കേട്ടോ ചെയ്ത് തീർക്കാൻ വേണ്ടിക്ക്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാം റെസിപ്പി വീഡിയോ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ എണീച്ചിട്ട് അങ്ങനെ തുടങ്ങുന്നതാണ് കേട്ടോ വീഡിയോ എടുക്കാൻ. നിങ്ങൾ ഈ കാണുമ്പം ഒരു 30-20 മിനിറ്റുള്ള വീഡിയോ നമ്മൾ ചെയ്യുമ്പില്ലേ കുറേ ടൈം എടുക്കും. ഇതിൻ്റെ പുറകിൽ ഭയങ്കര പണിയും കാര്യങ്ങളും ഉണ്ട്. 2 മണിക്കൂറെല്ലാം എടുക്കും നമ്മളൊരു 10-20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഫുഡ് ഈ വീഡിയോ എടുത്തിട്ട് ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ അതിൻ്റെ എഡിറ്റിങ്, വോയിസ് ഓവർ കാര്യങ്ങൾ എല്ലാം ആകുമ്പം മൊത്തത്തിൽ ഒരു ദിവസം ഫുൾ പിടിക്കും. അങ്ങനെ അതാണ് ചില ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കാൻ മടിയാണ്. കാര്യം നമ്മൾ വെറുതെ ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഫുഡ് ഉണ്ടാക്കലായാലും വീട് ക്ലീനിങ് ആയാലും. പക്ഷേ വീഡിയോ എടുത്തിട്ട് ചെയ്യുമ്പോൾ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും വരണം. പിന്നെ ചില ഭാഗങ്ങൾ കാണിക്കാൻ പറ്റാത്ത ഭാഗങ്ങളുണ്ടാവും. ഓരോരോ ഭാഗങ്ങൾ ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന ഭാഗങ്ങളുണ്ടാവും. ആ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തിട്ട് ഇതാക്കിയിട്ടെല്ലാം അങ്ങനെ വീഡിയോ അതിൻ്റേതായ രീതിയിൽ ചെയ്യണ്ടേ. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ മക്കളുടെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഞാനില്ലേ ഇന്ന് ഈ കബോർഡും കാര്യങ്ങളും എല്ലാം കബോർഡ് മാത്രം ക്ലീൻ ചെയ്യാൻ ആദ്യം വിചാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല മുകൾ ഭാഗം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഫാന് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് പിന്നെ വിചാരിച്ചു കബോർഡ് ക്ലീൻ ചെയ്യാമെന്ന്. എല്ലാ റൂമിലത്തെയും കബോർഡ് മാത്രം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട ഇന്ന് ഈ റൂം മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുക്കുക. എന്നാൽ ഈ ഒരു ഭാഗത്തെ പണി തീർന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ ഈ ഒരു ഭാഗം മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുക്കലാണ്. ഒരു മൊത്തത്തിൽ വലിച്ചു വാരി ഇടുന്നില്ല കേട്ടോ. ഞാനിതാ ആദ്യം ഈ ഒരു സെക്ഷനിൽ ഡ്രസ്സ് മാത്രം മാറ്റിയിട്ട് ആ ഭാഗം നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കലാണ്. എന്നിട്ട് വീണ്ടും ആ തുണി ഒന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും എന്തെങ്കിലും സ്മെല്ലിന് വേണ്ടിക്ക് അടിച്ചു കൊടുക്കും. എന്നിട്ടാണ് കേട്ടോ തുടച്ചെടുക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ കാണിക്കുന്നുള്ളൂ. 2 പ്രാവശ്യം തുടച്ചെടുക്കും കേട്ടോ. ആദ്യം ഒന്ന് പൊടിയെല്ലാം എടുത്ത് കളയും. എന്നിട്ട് ആ തുണി വീണ്ടും കഴുകി ക്ലീനാക്കി വീണ്ടും നല്ല എന്തെങ്കിലും സ്മെല്ലിന് വേണ്ടിക്ക് എന്തെങ്കിലും ആക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ക്ലീൻ ആക്കി എടുക്കും കേട്ടോ. എന്നാലും അതൊന്നും പെർഫെക്റ്റ് ആയിട്ട് കിട്ടാം. സത്യം പറഞ്ഞാലേ ഈ ഒരു കബോർഡും കാര്യങ്ങളും ഞാൻ ക്ലീൻ ആക്കലേ ഇല്ല. കാര്യം മജീമൻ തന്നെയാണ് ക്ലീൻ ആക്കല്. ഇത് കുറേ നാളെ ഇത് ഞാൻ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്നെല്ലാം വിചാരിക്കുന്നത്. ഓരോതായ രീതിയിൽ അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ പോകുന്നത്. അന്ന് പിന്നെ ക്ലാസ്സും ഇല്ലേ. ഇപ്പം ആണെങ്കിൽ എക്സാമും ആണ്. അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ അങ്ങനെ ക്ലീൻ ആക്കാം. ഞാൻ ക്ലീൻ ആക്കുമ്പോൾ മൊത്തം പൊടിയും കാര്യങ്ങളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അങ്ങനെ ക്ലീൻ ആക്കി എടുക്കലാണ്. അപ്പോൾ ഇത് ആ ഒരു സെക്ഷന് മുകളിലും താഴ്ഭാഗത്തും എല്ലാം ആയിട്ട് ഞാൻ തന്നെ തുണി വെച്ചിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ഫ്രഷ് സ്മെല്ലും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഡ്രസ്സ് വീണ്ടും അവിടെ തന്നെ കൊളുത്തിയെടുക്കലാണ്. ആ ഒരു ഭാഗം മാത്രം ക്ലീൻ ആക്കിയ ശേഷമൊന്നും ഞാൻ ഇപ്പുറത്തെ ഭാഗം തൊടും. ഇല്ലാന്നുണ്ടെങ്കിലേ ഇടയ്ക്കാൻ പറ്റും നമുക്ക് മടിയും കാര്യങ്ങളെല്ലാം പിടിച്ച് കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കോള് വന്നു കഴിഞ്ഞാലെല്ലാം അതവിടെ നിർത്തി വെച്ചിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഒരു ഭാഗം മാത്രം ക്ലീൻ ആക്കിയ ശേഷം വേറെ ഭാഗം ക്ലീൻ ആക്കാം. ഇതില്ലേ ഗിഫ്റ്റ് എല്ലാം പൊതിയുന്ന ആ ഒരു പേപ്പറില്ലേ അതാണ് ഞാൻ ഇതാന്നിട്ട് അധികം വാങ്ങൽ കബോർഡിനെല്ലാം വിരിക്കാൻ വേണ്ടിക്ക്. ഇതാകുമ്പോൾ നല്ല വൃത്തിയായിട്ട് അങ്ങനെ നിൽക്കും, കുറേ നാൾ നിൽക്കും. ഇപ്പം ന്യൂസ് പേപ്പറെല്ലാം ആകുമ്പോൾ അടിയിൽ ഒരു ചെറിയൊരു ഒരു പൊടി പോലെ വരും. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതാണ് കട്ട് ചെയ്തിട്ട് വിരിച്ചു കൊടുക്കൽ. അപ്പോൾ ഇതാ മൊത്തത്തിൽ എല്ലാ ഭാഗത്തും അളവെടുത്തിട്ട് അങ്ങനെ പോയിട്ട് കട്ട് ചെയ്തിട്ട് വിരിച്ചു കൊടുക്കലാണ്. അങ്ങനെ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും നമ്മൾ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ.
അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം മൊത്തത്തിൽ എടുത്ത് മാറ്റി അവിടെ എല്ലാം തുടച്ച് എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതെല്ലാം എടുത്ത് മാറ്റുന്ന വീഡിയോ ആകുമ്പോൾ വീഡിയോ കൂടുതൽ ലെങ്തി ആവും. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാണ്ടത്. എല്ലാം നല്ല വൃത്തിക്കൊന്ന് തുടച്ച് ആ ഒരു പേപ്പറെല്ലാം വിരിച്ചു കൊടുത്ത് വീണ്ടും മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എൻ്റെ മൈസാൻ്റെ ഭാഗത്തേക്കാണ്. ഇവർക്കില്ലേ കിൻഡർ ജോയ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ടോയ് ഇവരെപ്പോഴും സൂക്ഷിച്ച് വെക്കും. കുറേ ഒരു വലിയ പെട്ടി നിറച്ചും കിൻഡർ ജോയിൻ്റെ ടോയ് ഉണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും ഞാൻ കാണിക്കാം. രണ്ടാക്കും ഇപ്പം മുഹമ്മദിനും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം ആണെങ്കിൽ പണ്ടേത്തെ കുറേ കാലം മുമ്പേ കല്യാണത്തിലെല്ലാം പോകുമ്പോൾ ഞാൻ അന്നേരം എല്ലാം വലിയ കമ്മലിടലുണ്ട്. ഇത് മൈസൻ്റെയും മൻഹൻ്റെയും എല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെ ഇടലൊന്നുമില്ല. പക്ഷെ എൻ്റെ മൈസ ഇതെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഈ മന്ന എന്താ പറയുക കല്യാണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടാവില്ലേ, അന്നേരം എല്ലാം വാങ്ങിയ കമ്മൽ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. എനിക്കാണെങ്കിൽ ഞാനങ്ങനെ എടുത്തു വെക്കുന്ന കൂട്ടത്തിലല്ല, വേഗം ഞാൻ കൊടുത്തിട്ട് അങ്ങനെ ഒഴിവാക്കും. എൻ്റെ മൈസേനൊക്കെ ബോഡിയിലില്ലേ എല്ലാ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടോ, നല്ല രസമൊന്ന് കാണാൻ വേണ്ടിക്ക്. പക്ഷെ എനക്കാന്നുണ്ടെങ്കിൽ ഞാനിതെല്ലാം വേഗം ഒഴിവാക്കും. ഓള് ഇങ്ങനെ വെച്ചിട്ട് കാണുമ്പം ഒഴിവാക്കാനും എനിക്ക് തോന്നൂല. ഓരോന്നെല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ ഒഴിവാക്കി കൊടുക്കൽ. അങ്ങനെ നല്ല എന്താ പറയുക, ഓള് പണ്ട് വരച്ച ചിത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഓളുടെ കയ്യിലുണ്ട് ഇപ്പോഴും. ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ശരിക്കും എടുത്ത് വെക്കാനേ ഉണ്ടായിട്ടില്ലോന്ന്. പക്ഷേ നല്ല രസം തന്നെയാണ്. ഇത് കണ്ടില്ലേ, ഈ ബോക്സ് പോലും ഓള കൈമ്മലുണ്ടാവും. അത് കളയാൻ എന്തിട്ടാന്ന് എനിക്കറിയില്ല. ഞാനിതെല്ലാം ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ചിരിച്ചിട്ട് പറയലാം. കവറ് ബോക്സ് കാര്യങ്ങളെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ടൈമില്ലേറ്റോ ഒന്നും അറിയില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും അങ്ങനെ. പക്ഷെ വൃത്തിയായിട്ട് തന്നെ കബോർഡ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതാ കുറേ ഇതുപോലത്തെ നെയിലുണ്ടാവില്ലേ, അതുണ്ടാവും കേട്ടോ. കുറേ ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം ഇവർ യൂസ് ചെയ്യോ ഇല്ല. പക്ഷെ കാണുമ്പം അങ്ങനെ വാങ്ങുന്നതാണ്. ഗൾഫിലെല്ലാം പോകുമ്പോൾ അങ്ങനെ കാണുമ്പോൾ വാങ്ങും. വീട്ടിൽ നിന്ന് കളിക്കാൻ വേണ്ടിക്കാന്ന് പറയും. ഞാനെല്ലാം അങ്ങനെ വാങ്ങിക്കൊടുക്കും കേട്ടോ. ഒന്നും ഞാൻ വാങ്ങിക്കൊടുക്കാണ്ടിരിക്കില്ല. ഇപ്പം നെയിൽ പോളിഷ് ആണെന്നുണ്ടെങ്കിലും മേക്കപ്പ് ഐറ്റംസ് ആണെങ്കിലും എല്ലാം ഞാൻ വാങ്ങിക്കൊടുക്കും. പക്ഷേ അവർ പുറത്തുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യില്ല. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കുട്ടികളുടെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, ഈ നമുക്കെല്ലാം ഉണ്ടായിട്ടുണ്ടായിന് ചെറുതിൽ ഇങ്ങനെ സാരി ഉടുത്തിട്ടെല്ലാം കളിക്കുന്ന ഒരു സംഭവം. അങ്ങനെ എന്താ പറയുക, നല്ല രസമാണ് പെൺകുട്ടികളുണ്ടാകുമ്പോൾ. എല്ലാ ഐറ്റംസും ഞാൻ അങ്ങനെ വാങ്ങിക്കൊടുക്കും കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഒന്നും ചെയ്തുകൂടാ ഇത് ചെയ്തുകൂടാ അങ്ങനെ നമ്മളിങ്ങനെ നിർബന്ധം പിടിച്ചിട്ട് അങ്ങനെ വളർത്തുന്ന ടൈപ്പല്ല ഞാൻ. എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് വളർത്തുന്ന തന്നെയാണ്. നമ്മളില്ലേ പെൺകുട്ടികളെ വളർത്തുമ്പം ഒരു 7 വയസ്സിനുള്ളിൽ അവർക്ക് കൊടുക്കാനുള്ള നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കാര്യമില്ല. ഒരു 11 വയസ്സ് വരെ അവരുടെ ആ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്ന ടൈമാണ്. അതിനുള്ളിൽ ഉറച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചു കൊടുത്തതിനാൽ പിന്നെ നമ്മൾ അവരെ പറ്റിയിട്ട് പേടിക്കേണ്ട ആവശ്യം വരില്ല. അവർ നമ്മൾ ആ ഒരു പാതയിലൂടെ തന്നെ വന്നോളും. അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരില്ല. സമയത്തിന് നമസ്കാരം കാര്യങ്ങൾ അവർക്കുണ്ടാവും. എന്ത് ചെയ്തുകൂടാ, എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആ ഒരു ബോധം അവർക്കുണ്ടാവും കേട്ടോ. എന്നോട് അധികം ചോദിക്കലുണ്ട് കുട്ടികളെ വളർത്തുന്ന ടിപ്പും കാര്യങ്ങളും പറഞ്ഞുതരാൻ. ഒരു 7 വയസ്സ് ഒരു 11 വയസ്സിൻ്റെ ഇടയിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ള നല്ല നല്ല കാര്യങ്ങൾ കൊടുക്കുക. അങ്ങനെ ആകുമ്പം നമ്മളെ കുട്ടികൾ നമ്മളെ കയ്യിൽ തന്നെ ഒതുങ്ങുന്നവരായിരിക്കും. അതുപോലെ തന്നെ നല്ലോണം അവർക്ക് കെയറിങ് കൊടുക്കുക. പെൺകുട്ടികൾ എത്ര വളർന്നാലും അവരുടെ മുടി വാരിക്കെട്ടി കൊടുക്കുക, അവരുടെ തലയിൽ തലോടുക, ഫ്രണ്ട്സായിട്ട് പെരുമാറുക. പ്രത്യേകിച്ചും ടീനേജ് പ്രായമുള്ള പെൺകുട്ടികൾക്കെല്ലാം മൂടി സ്വിങ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അവരോട് ദേഷ്യം പിടിക്കാണ്ട് എന്താ പ്രശ്നം, എന്താ സങ്കടം എന്ന് ചോദിക്കുക. നമ്മളിപ്പം കുട്ടികൾ ദേഷ്യം പിടിക്കുമ്പം തിരിച്ച് ദേഷ്യം പിടിക്കലാണ് പാരൻസ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. അവർ നമ്മളോട് ദേഷ്യം പിടിക്കുമ്പം എന്താ മോളെ സങ്കടമെന്ന് ചോദിക്കുക. പ്രത്യേകിച്ച് വളർന്നു വരുന്ന പ്രായത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ നമ്മളവരെ ഫ്രണ്ടായിട്ട് കൂടെ പിടിക്കുക. ഫ്രണ്ടായിട്ട് കൂട്ടിപ്പിടിച്ച് കഴിഞ്ഞാലേ ഒരു തെറ്റിലേക്കും പോവില്ല. അവരെ സമയത്തിന് എന്താ ചെയ്യാൻ പാടുള്ളത്, എന്താ ചെയ്തുകൂടാത്തത്, എവിടെ പറ്റിക്കപ്പെടും, എവിടെ എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാവും കേട്ടോ. ഒരു പ്രായമാകുമ്പം തന്നെ നമ്മളവരെ പറ്റിയിട്ട് ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യം വരില്ല. സമയത്തിനുള്ള നമസ്കാരം കാര്യങ്ങൾ, പഠിക്കേണ്ട ടൈം കാര്യങ്ങളെല്ലാം അവർക്ക് തന്നെ ഒരു ബോധം ഉണ്ടാവും അവരെ കുറിച്ചിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. നമ്മളധികം പഠിപ്പിക്കും കുട്ടികളെ. അത് ചെയ്തുകൂടാ, ഇത് ചെയ്തുകൂടാ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് തെറ്റാണ് ഇത് തെറ്റാണ്. അതെല്ലാം തെറ്റാണെന്ന് മാത്രമേ നമ്മൾ പറയൂ. അതെന്തുകൊണ്ട് തെറ്റ് എന്നുള്ളത് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കില്ല. ഇപ്പം നെയിൽ പോളിഷ് ഇടുന്നത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ അതെന്തുകൊണ്ടാണ് തെറ്റെന്ന് അതിൻ്റെ ഒരു വിശദാംശം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കില്ല. അത് വുളുഹ് ശരിയാവില്ല, അതിൽ വുളുഹ് തട്ടൂല, അങ്ങനത്തെ കാര്യങ്ങൾ ഓരോരോ കാര്യങ്ങളും
ഇപ്പം നമ്മൾ മേക്കപ്പ് ഇടുമ്പം അത് തെറ്റാന്ന് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതെന്തുകൊണ്ട് തെറ്റ്, മറ്റുള്ള കുട്ടികൾ അത് ചെയ്യുന്നുണ്ടല്ലോ, നമുക്കും ചെയ്താൽ എന്താണെന്ന് നമ്മൾ ചിന്തിക്കും. ഞാനടക്കം എല്ലാവരും എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സ് മാറിക്കൂടാന്നില്ല, നമ്മളത് എല്ലാവരും ചെയ്യുമ്പം എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാന്നുള്ള ചിന്ത നമുക്കും വരും. അങ്ങനെ അപ്പോൾ അതെന്തുകൊണ്ടാണ് ചെയ്തുകൂടാത്തതെന്നുള്ള ഒരു ബോധം നമ്മൾ ഉള്ളിൽ മക്കൾക്ക് ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആര് കാണുന്നില്ലെങ്കിലും പടച്ചോൻ കാണുന്നുണ്ട്, പടച്ചോനോടുള്ള ഒരു വിശ്വാസം ഉണ്ടാവില്ലേ, അത് നമ്മളൊക്കെ കൊടുക്കുക. നമ്മളെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിക്ക് ഒന്നും വേണ്ട കേട്ടോ. നമ്മളൊരു വീട്ടിലല്ലാന്നുണ്ടെങ്കിൽ ഒരു റൂമിൽ തനിച്ചാവുമ്പോൾ നമ്മുടെ ചിന്തകൾ എന്തെല്ലാമെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അവിടെ തെറ്റ് ചെയ്യാൻ തോന്നുമ്പം എൻ്റെ പടച്ചോൻ ഈ റൂമിൻ്റെ ഉള്ളിൽ എന്നെ കാണുന്നുണ്ട് എന്നുള്ള ചിന്ത ഉണ്ടെങ്കിലല്ലേ നമുക്കൊന്നും ഒരു തെറ്റിലേക്കും പോകാൻ തോന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ കുട്ടികളിലേക്ക് വളർത്തിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എവിടെ പുറത്ത് പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാലും ആ പടച്ചോൻ കാണുന്നുണ്ട്, എൻ്റെ ഉമ്മയില്ലെങ്കിലും പടച്ചോൻ കാണുന്നുണ്ടല്ലോ എന്നുള്ള ചിന്ത കുട്ടികൾക്ക് ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനത്തെ രീതിയിൽ നമ്മൾ കുട്ടികളെ വളർത്താൻ ശ്രമിക്കുക. പിന്നെന്താ, ജനങ്ങൾ പറയും അല്ലാന്നുണ്ടെങ്കിൽ നാട്ടുകാർ അത് പറയും, നാട്ടുകാർ ഇത് പറയും എന്ന് വിചാരിച്ചിട്ട് ഭയപ്പെടുത്തിയിട്ട് വളർത്താണ്ടിരിക്കുക. നാട്ടുകാരെ പേടിച്ചിട്ടല്ല, പഠിച്ചോനെ പേടിച്ചിട്ട് ജീവിക്കാനും മക്കളെ പഠിപ്പിക്കാം. ഇപ്പം നാട്ടുകാരില്ലാത്ത സമയത്ത് കുട്ടികൾ തെറ്റ് ചെയ്യും. നമ്മൾ നാട്ടുകാരെ പേടിച്ചിട്ടാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ നാട്ടുകാരെ പേടിച്ചിട്ട് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല. കാര്യമില്ലേ, നമ്മൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും അസൂയാലുക്കൾ മോശം മാത്രമേ നമ്മളെക്കുറിച്ചിട്ട് പറയൂ. ചിലരുണ്ട് ജനങ്ങളെ ഭയങ്കര പേടിയായിരിക്കും, അവർക്ക് ഒരു കാര്യവും ചെയ്യില്ല, ഭയങ്കര നെഗറ്റീവ് ആൾക്കാരായിരിക്കും അവർ. പക്ഷേ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോസിറ്റീവായിട്ട് നടക്കുന്ന ഒരു വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല പോസിറ്റീവായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര അസൂയായിരിക്കും. അവരെന്ത് ചെയ്യും, അവരെ നല്ല എന്താ പറയുക, ആ ഒരു പോസിറ്റീവായിട്ടുള്ള വ്യക്തിനെ ആൾക്കാർ നല്ലത് പറഞ്ഞൊക്കെ ഒന്ന് പേടിച്ചിട്ട് ഗോസിപ്പും കാര്യങ്ങളെല്ലാം പറഞ്ഞ് അയാളെ മോശമാക്കാൻ ശ്രമിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടച്ചോനിലുള്ള ഭയം ഇല്ലാത്തതുകൊണ്ടാണ്. അവർക്ക് വേണ്ടത് ജനങ്ങളെ തൃപ്തിയും ജനങ്ങളെ സ്നേഹവും മാത്രമാണ്. നാട്ടുകാർ എന്നെ നല്ലതും അറിയാം. അപ്പം അവർ മനസ്സിലാക്കുന്നില്ല നാട്ടുകാർ തൃപ്തിയിലല്ല പടച്ചോൻ്റെ തൃപ്തിന്ന്. നമ്മൾ എന്താ പറയുക, നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയുന്നവന്, നമ്മളെ കൽബ് അറിയുന്നവന് റബ്ബാണ്. അപ്പം അതിനനുസരിച്ച് മാത്രമേ റബ്ബ് നല്ലത് പറഞ്ഞാൽ മാത്രമേ ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് നന്മ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ഇടയിലില്ലേ ഞാൻ കുറേ സംസാരിച്ചു. അപ്പം എന്താ പറയുക, ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആര് കാണുന്നില്ലെങ്കിലും ദൈവം കാണുന്നുള്ള ചിന്തയിൽ കുട്ടികളെ വളർത്തിക്കഴിഞ്ഞാൽ കുട്ടികളെ എവിടെ നമ്മൾ അയച്ചു കഴിഞ്ഞാലും കുട്ടികൾ മോശമാവില്ല. എല്ലാവരും കുട്ടികൾ നല്ല രീതിയിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. ഇനിയിപ്പോൾ ഞാനില്ല അതിൻ്റെ ഇടയിൽ ആദ്യം ഈ നമ്മൾ വണ്ണം വല എന്ന് പറയും, ചലന്തി കാര്യങ്ങളിലില്ലേ അതെല്ലാം കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഭാഗമെല്ലാം നനഞ്ഞ തുണി വെച്ചിട്ട് 2 പ്രാവശ്യം തുടച്ചിട്ടുണ്ട് അതിനാട്ടാ. കാര്യം എന്തായാലും പൊടി ഉണ്ടാവും. എന്നിട്ട് ജനൽ, ആ ഒരു ലൈറ്റും കാര്യങ്ങളും എല്ലാം നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ച് ഇനിയിപ്പം ഗ്ലാസ് ക്ലീൻ ആക്കി എടുക്കലാണ്. ഇതെല്ലാം ഒരു തുണിനെ കൊണ്ട് മാത്രമല്ല കേട്ടോ ചെയ്യുന്നത്. ഞാൻ വീണ്ടും ആ തുണി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വരുന്നുണ്ട്, വെള്ളത്തിൽ കഴുകിയിട്ട് വരുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വൃത്തിയായിട്ട് സ്മെല്ലായിരിക്കും, ഒരു ബാഡ് സ്മെല്ലായിരിക്കും വീട്ടിന് ഉള്ളിൽ മൊത്തം ഉണ്ടാവുക. അപ്പോൾ പൊടി നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് തുടക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്തെങ്കിലും സ്മെല്ലിന് വേണ്ടിക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും തുടച്ചെടുക്കുക. എന്നാലാണ് ഒരു ഫ്രഷ് ഫീൽ ഉണ്ടാവുക കേട്ടോ. ഇതിൽ ഒരു റൂം നമ്മൾ ഒരു ദിവസം ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡീപ്പായിട്ട് എന്താ പറയുക നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം വീട് മൊത്തം വലിച്ചു വാരിയിട്ട് പണി തീരാണ്ട് ലാസ്റ്റ് രാത്രി കാൽവേദന, കൈവേദന, കഴുത്ത് വേദന എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരഞ്ഞിരിക്കേണ്ടി വരും. അപ്പം ഓരോരോ ദിവസം ഓരോരോ ബെഡ്റൂം മാത്രം സെലക്ട് ചെയ്യുക, ഓരോരോ ഭാഗം സെലക്ട് ചെയ്തിട്ട് ക്ലീൻ ആക്കി എടുക്കുക. ഇപ്പം നമുക്ക് രാവിലെ വൃത്തിയാക്കാൻ മൂടിയില്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം, ഇപ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങുന്നവരെല്ലാം ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ജസ്റ്റ് എണീച്ച് വന്നിട്ടൊന്ന് ക്ലീൻ ആക്കി രാത്രി ആകുമ്പോഴേക്ക് ക്ലീൻ ആക്കി എടുത്താൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ അങ്ങനെ ക്ലീൻ ആക്കി എടുക്കുക. ഇനിയിപ്പം ഗ്ലാസ് ക്ലീൻ ആക്കി എടുക്കലാണ്. ഈ ഗ്ലാസ്സിനില്ലേ ഇവർ ഒട്ടിക്കുന്ന ഒരു പശ ഉണ്ടാവില്ലേ, ഗമ്മും കാര്യം എന്താ പറയുക, അത് വീട്ടിൽ കൂടുതൽ ടൈം തന്നെ ഇവർ ഒട്ടിക്കുന്ന ടൈം ആയിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ ഗ്ലാസ് എത്ര ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ആയിട്ട് മാറില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ ഒരു കല പോലും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ എൻ്റെ വീട്ടിലെ 3 ബെഡ്റൂമിലെ ഗ്ലാസ്സും മൊത്തം കലയാണ് കേട്ടോ. ഈ ഒരു ഗമ്മിൻ്റെ എല്ലാം ഒരു കലയും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ എല്ലാം ക്ലീൻ ആക്കി. ജനൽ, മുകൾ ഭാഗം, കട്ടിലിൻ്റെ സൈഡ് കാര്യങ്ങൾ, കബോർഡിൻ്റെ പുറം, അങ്ങനെ ഇനിയിപ്പോൾ ഫാൻ എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നനഞ്ഞ തുണി വെച്ചിട്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ബെഡ്ഷീറ്റും കൂടി മാറ്റിയിട്ട് വേണം അടിച്ചു വാരിയിട്ട് തുടക്കാൻ വേണ്ടിക്ക്. പിന്നില്ലേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ പഠിച്ചോൻ കാണുന്നുള്ള വിശ്വാസം എനിക്കാണെന്നുണ്ടെങ്കിൽ പണ്ടെല്ലാം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചെയ്യാത്തൊരു കാര്യം എന്തെങ്കിലും ഞാൻ ചെയ്തെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും ടെൻഷനും അവരെന്താ വിചാരിക്കുക എന്നുള്ള പേടിയെല്ലാം ഉണ്ടാവുക. പക്ഷേ എൻ്റെ ഇക്ക എന്നെ
കല്യാണം കഴിഞ്ഞ ശേഷം എന്നോട് പറയും, ആൾക്കാരെന്ത് വിജയിച്ചാൽ എന്താ, നിനക്കും നിൻ്റെ റബ്ബിനും അറിയാം നീ എന്താന്ന്, നിൻ്റെ ഉള്ളെന്താന്ന് നിൻ്റെ റബ്ബിനും അറിയാം, എനക്കും അറിയാം, പിന്നെ എന്തിനാ നീ ടെൻഷൻ അടിക്കുന്നത്? മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ട് ജീവിക്കാൻ കഴിയൂല ഒരിക്കലും. പഠിച്ചവനെ ബോധ്യപ്പെടുത്തിയിട്ട് ജീവിക്കാൻ പറ്റും. പഠിച്ചവനെ അറിയാം ആര് നല്ലത് ആര് മോശമൊന്നുമില്ല. അങ്ങനെ അപ്പോൾ ഞാനും ഇപ്പം അങ്ങനെ തന്നെയാണ് കേട്ടോ ചിന്തിക്കൽ. അധികം നമ്മളെ ഭയം തന്നെയാണ് നമ്മളെ ജീവിക്കാൻ അനുവദിക്കാത്തത്. എല്ലാം നമുക്ക് പേടിയായിരിക്കും, ആൾക്കാരെ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. പക്ഷേ പറയുന്നവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളൊരു ക്ലീനിങ് വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ മടിയുള്ള ഒരാൾ പറയും, വീടൊന്നല്ല ക്ലീൻ ആക്കേണ്ടി, മനസ്സാണ് ക്ലീൻ ആക്കേണ്ടിയെന്ന്. അപ്പം മനസ്സും വീടും എല്ലാം ക്ലീൻ ആണെന്നുണ്ടെങ്കിലല്ലേ പഠിച്ചോനെ നമ്മളെ ഇഷ്ടമാവും. ഈമാൻ്റെ പകുതിയാണ് വൃത്തി. അപ്പം അങ്ങനെ ജനങ്ങൾ അങ്ങനെ എന്തെല്ലോ പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാലും അതിലെന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടെത്താൻ ജനങ്ങളുണ്ടാവും. പക്ഷേ പഠിച്ചോനെ അങ്ങനെയല്ല കേട്ടാ. പഠിച്ചോനെ നമ്മൾ നല്ലതാണെങ്കിലല്ലേ പഠിച്ചോനെ നമുക്ക് ഈ ദുനിയാവിലും നാളെ ആഹിറത്തിലും പഠിച്ചോൻ്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വാരിക്കോരി തരും. അപ്പോൾ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ പഠിച്ചോനോടുള്ള ഭയഭക്തി ഉണ്ടെങ്കിലേ നമ്മൾ ലൈഫിൽ സക്സസ് ആയെന്നെ ചെയ്യും. അതാരെങ്ങനെ നമ്മൾ ദ്രോഹിച്ചു കഴിഞ്ഞാലും നമ്മൾ എത്ര കുറ്റപ്പെടുത്തിയാലും. അതുപോലെ തന്നെ പല പ്രവാചകന്മാർ, യൂസുഫ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മറിയം റളിയല്ലാഹു അൻഹ, അങ്ങനെ ഒരുപാട് ആൾക്കാർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരാണ്. അതുപോലെ തന്നെ ഒരുപാട് വേദനകൾ അനുഭവിച്ചവരാണ്. എന്നാൽ അവരുടെ എല്ലാം വിജയം അവസാനം അവർക്ക് തന്നെയാണ് പഠിച്ചവന് വിജയം കൊടുത്തിട്ടുള്ളത്. എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടക്കി പഠിച്ചവൻ്റെ സത്യം മാത്രമേ വിജയിക്കൂ എന്നുള്ള വിശ്വാസത്തിൽ നമ്മളെ മക്കളെ വളർത്തിക്കഴിഞ്ഞാലില്ലേ നമ്മളെ മക്കൾ എപ്പോഴും അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. മാഷാ അല്ലാ, അങ്ങനെ തന്നെ എല്ലാവരും മക്കളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനിടയിൽ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെ ക്ലീനിങ് എവിടെ വരെ ആയിന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മൊത്തം ഇതിലേക്ക് തന്നെ മാറാണ്ട് കുറച്ചായിട്ട് മാത്രം ചെയ്തിട്ട് നമ്മൾ ആരോഗ്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും, ബൈ.